ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ കാത്തുവിന് വേണ്ടി ഒരു ഐറ്റം വാങ്ങിയിട്ടുണ്ട്. എന്താണെന്നല്ലേ അതിപ്പോൾ തന്നെ കാണിച്ചു തരാം. അവിടെ കാത്തു ഭക്ഷണമൊന്ന് കഴിക്കായിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് വാങ്ങിയിട്ടുള്ളത്. ഇതാണ് ആ സാധനം. ഇതിനെ കാണുമ്പോൾ ഇങ്ങനെ മണപ്പിച്ച് നോക്കുന്നു. അപ്പം നമുക്ക് ഇവക്ക് എക്സ്പ്രഷൻ നോക്കാം. ഇവിടെ വെച്ച് കൊടുക്കാം. വേണ്ടേ? എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമല്ലേ, നോക്കാം നമുക്ക്. ഇത് നോക്കിക്കോ, ഞാൻ മണത്തെല്ലാം നോക്ക്. വേണാ? ഇതാ നോക്ക്. ഇതിനെപ്പോലത്തെ വേറൊരു പൂച്ചയാണ് ഉള്ളത്. ഇവനെ പോലത്തെ വേറൊരു പൂച്ചയാണ് ഉള്ളത് കേട്ടോ. കണ്ടില്ലേ? ഇവളെ പോലത്തെ ഒരു പൂച്ചക്കുറ്റി ഉണ്ടായിരുന്നു. അപ്പം അതെടുക്കാൻ പോകുമ്പം അത് കുട്ടീസിൻ്റെയാണ്, ചെറിയ കുട്ടീൻ്റെ ഇതാണ് തീറ്റിയാണ്. അപ്പം ഇവളുടെ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള തീറ്റി വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇവൾക്ക് തിന്നാൻ കൊടുക്കാം. അതിന് മുമ്പ് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇത് ഇവൾക്ക് പിന്നെ ഇങ്ങനത്തെ ഇഷ്ടം, അതുകൊണ്ട് ഇവള് അങ്ങനെ ഇതാക്കുന്നുണ്ട്. അപ്പം നമുക്കിതൊന്ന് തുറന്നിട്ട് നോക്കാം. ഇതിൻ്റെ അകത്ത് ഒരു കൊട്ടയും കൂടിയുണ്ട്. അത് ഞാൻ പുറത്തെടുത്ത് കാണിച്ചു തരാം. ഇവള് വേണമെന്ന് പറഞ്ഞിട്ട് കൂക്കുന്നു. തരൂ കേട്ടാ. നോക്കൂ ഗായ്സ്, ഇവൾക്ക് അത് ആഗ്രഹമാണ്. അപ്പം ഇവള് നോക്ക്, ചാടിക്കയറാന്നല്ലോ നോക്കുന്നത്. ചാടിക്കയറി കേട്ടോ. ഇതിൻ്റെ ഉൾക്കെല്ലാം തലയിട്ടിട്ട് നോക്കുന്നുണ്ട്. എൻ്റെ ആ സാധനം ഇവിടെ നോക്ക് ഗായ്സ്. നമ്മൾ കത്തു പെട്ടീനെല്ലാം താഴെ ഇട്ടു. എനിക്ക് ആ സാധനം വേണമെന്ന് പറഞ്ഞിട്ട് ആ പെട്ടീനൊക്കെ താഴെ പറക്കിയിട്ടിട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്, കീറിയെടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് ബിസ്ക്കറ്റാണ്, സ്റ്റാർ ബിസ്ക്കറ്റ്. അപ്പോൾ ഇവിടെ നോക്ക്. അപ്പം നമുക്ക് ഈ സ്റ്റാർ ബിസ്ക്കറ്റിനെ ഇവക്ക് കൊടുക്കാം. നോക്ക് കളിക്കുന്ന കളി. തരും. അപ്പം നമ്മൾ ഇവക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് ഇടുന്നതിന് മുമ്പേ ഇവിടെ തിന്നാൻ കഴിഞ്ഞു. നോക്ക് കളിക്കുന്ന കളി നോക്കൂ. അവൻ ഇവളുടെ തലക്കലമായി. അവൻ ഇവള് തുന്നല് നോക്ക്. ഇവിടെയൊക്കെ ഉണ്ട്. ഇതാണ് സംഭവം. ഒരു സ്റ്റാർ പോലത്തെയാണ്. അപ്പം ഇവള് നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇതാ നന്നായി കഴിക്കുന്നുണ്ട്. തുള്ളി ഇവിടൊക്കെ ഉണ്ടടാ. അപ്പം ഇതൊക്കെ നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. അവളിന് കയറി വരുമ്പോൾ തിന്നോളൂ. കയറ് നോക്ക്. എല്ലാം കൈയോടെടുത്തു. ആദ്യം നമുക്കൊന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. കൈനോടെടുത്തിട്ട് നിലത്ത് വെച്ചു കേട്ടോ. ഇനി നമുക്കൊന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. തലക്കിട്ട് അപ്പം ഇന്നത് കത്തുവിനെ കുളിപ്പിക്കുന്ന വീഡിയോ ആണ്. അതിനുവേണ്ടി ഒരു കൊട്ടിയും പാട്ടി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ പുറത്തേക്ക് പോകാം. ഇവൾക്ക് ആകാംക്ഷയാണ്, എന്തോ തിന്നാൻ കൊടുക്കുന്ന തെറ്റാണ് ഇങ്ങനെ ധൃതി കൂട്ടുന്നത്. കൊണ്ടുപോകാം. അപ്പം നമ്മുടെ കാത്തുവിനെ പ്രതീക്ഷിക്കാതെ കുളിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്കാണ് പോയത് കുളിപ്പിക്കാൻ വേണ്ടി. അവൾ അവിടെ നിൽക്കുന്നില്ല. പാട്ടയിൽ നിന്ന് വെള്ളം കോരുമ്പോൾ തന്നെ അപ്പുറത്തെ വീട്ടിലേക്ക് പാഞ്ഞിട്ടായി. അപ്പം നമ്മൾ എന്താക്കി, പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ബാത്റൂമിൽ വാലടിച്ച് പൂട്ടി. എന്നിട്ട് അവളെ കുളിപ്പിക്കുകയാണ്. അവൾക്ക് കുളിക്കുന്ന ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. വാതിലിൻ്റെ ഇടയിൽ ഇറങ്ങിക്കൂടിയ പോലെ ഞങ്ങൾക്ക് ഇപ്പം തന്നെ പുറത്ത് പോകണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വാതിലടിച്ചത് കൊണ്ട് അത് പോവാൻ കഴിയാലോ. അപ്പം അങ്ങനെ കാത്തുവിനെ കുളിപ്പിക്കുകയാണ് ഞങ്ങൾ കുളിപ്പിക്കുമ്പോൾ അനിയൻസാണ് വീഡിയോ എടുത്തത്. അനിയൻ അജ്ന സലി വ്ളോഗ്. അപ്പം അവളെ കുളിപ്പിക്കുമ്പോൾ നോക്കിക്കോ, എക്സ്പ്രഷൻ തണുത്ത് വറക്കുന്നതാണോ കുളിക്കാൻ ഇഷ്ടമല്ലാതെയാണോ എന്തെന്നൊന്നും അറിയില്ല. എന്നെ തെങ്ങുമൊക്കെ കയറുന്ന പോലെ കയറി പോകുന്നുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ.
നമ്മൾ അവളുടെ ആഗ്രഹപ്രകാരം അവളൊന്നും ഭക്ഷണമൊന്നും കഴിക്കുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് ആഗ്രഹപ്രകാരമാണ് നമ്മൾ തീറ്റിയിലേക്ക് പോയത്, പൂച്ചത്തീറ്റിയിലേക്ക് പോയത്. അപ്പം അവളത് നന്നായി ഇഷ്ടത്തോടെ കഴിച്ചു തീർത്തു. നമ്മളെ കുളിപ്പിക്കാൻ വേണ്ടി പോകും. അതിന് ശേഷം ഒരു റെഡ് ഉണ്ടായിരുന്നു അവിടെ, അതിൻ്റെ മേത്തിലേക്ക് കയറിയിട്ട് മേലൊക്കെ ഒന്ന് നക്കി തുടച്ച് കൊടുക്കുകയാണ്.